السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹനിധികളായ ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ അവസാന 10 നമുക്കുള്ളത്. ഈ വിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് സലാം പറഞ്ഞ് കടന്നു പോവുകയാണ്. 21-ാം രാവ് നമ്മളിൽ നിന്ന് സലാം പറഞ്ഞ് കടന്നുപോയി. ഇന്ന് 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് സമാഗതമാകാനിരിക്കുന്നത്. ഈ സമയത്ത് മുഅ്മിനുകളായ ഈമാനുള്ള നമ്മളൊക്കെ അല്ലാഹുവിനോട് മനമുരുകിയിട്ട് പൊട്ടിക്കരയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മറ്റു രാജ്യങ്ങളിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഇബാദത്തുകളും ഖുർആനുമായി പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന, പള്ളിയിലേക്ക് ബോംബ് സ്ഫോടനങ്ങളായി ശരീരങ്ങളാകെ ചിതറിപ്പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെ രക്ഷിക്കുമാറാവട്ടെ. വല്ലാത്തൊരു കഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ ഓതി അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പ്രായമുള്ളവർ, ചെറുപ്പക്കാർ പള്ളിയിൽ ഖുർആനോടുകൂടെ മരിച്ചു പോകുന്ന അവസ്ഥകൾ, ഫലസ്തീൻ്റെ മക്കൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു പ്രയാസമാണ്. നോമ്പ് തുറക്കാൻ പോലും ഭക്ഷണമില്ലാത്ത അവസ്ഥ. എപ്പോഴാണ് ബോംബ് വരുന്നത്, എപ്പോഴാണ് അക്രമം വരുന്നത്, എപ്പോഴാണ് വെടിയേറ്റുകൊണ്ട് രക്തങ്ങൾ വാർന്നൊഴുകി മരണപ്പെടുന്നത് എന്ന് മുമ്പിൽ കാണുന്നൊരവസ്ഥ. അല്ലാഹു ആ മക്കൾക്ക് സമാധാനം നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ ഈ വിശുദ്ധമായ റമളാൻ വീട്ടിൽ അത്തായവും നോമ്പ് തുറയും സന്തോഷത്തോടുകൂടെ ജീവിക്കേണ്ട പലവരും ഹോസ്പിറ്റലിലാണ്. അല്ലാഹു പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമളാൻ സലാം പറഞ്ഞ് കടന്നു പോകുമ്പോൾ സ്വന്തം ശരീരം നമ്മളോട് പറയണം, അൽഹംദുലില്ലാഹ്, ഈ റമളാനിൽ കഴിയുന്ന രൂപത്തിൽ മുതലാക്കാൻ കഴിഞ്ഞു എന്ന്. അല്ലാഹു ഒരൽപ്പം ആയുസ് തന്ന നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോകുന്നതിൻ്റെ മുമ്പ് നമ്മളുടെ ഭാണ്ഡക്കെട്ടുകൾ നിറക്കാൻ നമ്മൾ തയ്യാറാവണം. ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് അല്ലാഹുവിൻ്റെ ഹബീബ് നൽകുന്ന ഉപദേശങ്ങൾ അത് കേൾക്കാൻ വേണ്ടി സ്വഹാബത്ത് തയ്യാറായി നിൽക്കുന്ന ഒരു രൂപമുണ്ട്. ആഗ്രഹം എന്നല്ല അതിന് പറയുക, അത്യാഗ്രഹം എന്നാണ് പറയുക. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാത്ത അലച്ചയോടുകൂടെ ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ വരുന്നത്
അത് ജീവിതത്തിൽ പയറ്റാൻ വേണ്ടി, പ്രവർത്തിക്കാൻ വേണ്ടി സ്വഹാബത്ത് തിടക്കം കൂട്ടുന്നു. ആ ഒരു ചിന്തയോടുകൂടെയായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്നൊരു ചിന്ത നമ്മുടെ ഖൽബിൽ കടന്നുകൂടണം. ഒരുപാട് ക്ലാസുകൾ, ഇന്നത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ പഴയകാലുള്ളതുപോലെയല്ല. വീട്ടിൻ്റെ ഉള്ളറയിൽ, ബെഡ്റൂമിൽ, ബെഡ്ഷീറ്റിൽ കിടന്ന് ഒരു ബട്ടനമർത്തിയാൽ ഇഷ്ടമുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇൽമില്ല, അറിവില്ലാത്തത് കൊണ്ടാണ് ഞാനത് പ്രവർത്തിക്കാത്തത് എന്ന് ഒരാളും പറയില്ല. എല്ലാ മസ്അലകളും, എല്ലാ സംശയ നിവാരണങ്ങളും ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹനെ പേടിച്ചുകൊണ്ട്, പടച്ചവനെ എൻ്റെ കൈ കൊണ്ട് ഹറാം ചെയ്യില്ല, എൻ്റെ കാലുകൊണ്ട് ഞാൻ ഹറാമിലേക്ക് പോകില്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമിലേക്ക് നോക്കില്ല അല്ലാഹ്, എൻ്റെ ചെവി കൊണ്ട് ഞാൻ ഹറാം കേൾക്കില്ല അല്ലാഹ്, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഹറാം ചിന്തിക്കില്ല അല്ലാഹ്. ദിക്റുകളിലായി, തസ്ബീഹുകളിലായി, നിസ്കാരങ്ങളിലായി നമ്മളെ മനസ്സങ്ങ് മാറിപ്പോയാൽ അല്ലാഹു തരുന്നത് സ്വർഗമാണ്. സ്വഹാബത്തിന്റെ മരണമൊന്ന് പരിശോധിക്കുമ്പോൾ, അല്ലാഹുവിന്റെ സലഫ് സ്വാലിഹീങ്ങളുടെ മരണമൊന്ന് പരിശോധിക്കുമ്പോൾ, ഔലിയാക്കളെ മരണമൊന്ന് പരിശോധിക്കുമ്പോൾ, അവരെല്ലാം പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിച്ചവരായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ബഹുമാനിയായ നഫീസത്തുൽ മിസ്രിയ, നഫീസത്തുൽ മിസ്രിയാന്റെ മരണമൊന്ന് കേൾക്കണം നിങ്ങൾ. ഞാനിതിൻ്റെ മുമ്പേ അത് പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു നഫീസ ബീവി? മഹദിയായ നഫീസ മിസ്രിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നഫീസത്തുൽ മിസ്രിയാന്റെ കഥ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നഫീസ ബീവി വഅദ് ഇങ്ങനെ കേൾക്കുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മകാബിർ. ഈ സൂറത്ത് നഫീസത്തുൽ മിസ്രിയ ബീവി അങ്ങ് കേൾക്കുമ്പോൾ നഫീസത്തുൽ മിസ്രിയ ബീവി ബോധം കെട്ട് വീണുപോയി. നഫീസത്തുൽ മിസ്രിയ ബീവി ബോധം തെളിയുകയാണ്. ഖബറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുന്ന കഥയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് വഅദ് പറയുന്നത്. നഫീസാകെ പേടിക്കുന്നു, കൈകാലുകളാകെ വിറക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. നഫീസ ബോധം അങ്ങ് തെളിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. ഉമ്മ പെങ്ങളെ, ഇതൊന്ന് കേൾക്കണേ. നമ്മള് നഫീസത്തുൽ മിസ്രിയാന്റെ കൂടെ സ്വർഗത്തിലേക്കൊന്ന് കടക്കണം. അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. നഫീസത്തുൽ മിസ്രിയ ബീവി വീട്ടിലേക്ക് പോയി. നിസ്കരിക്കുന്ന മുസല്ല എടുത്തിട്ട് ആ ഭാഗത്ത് നഫീസത്തുൽ മിസ്രിയ ബീവി ഖബർ കുഴിക്കുകയാണ്. ആ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ഒരു ചിമ്മിണി വിളക്ക് കത്തിച്ച് വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. 4000 ഖതമുകളാണ് നഫീസത്തുൽ മിസ്രിയ ബീവി തീർക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ ഓതുന്നു, കരയുന്നു. ഖുർആൻ ഓതുന്നു, കരയുന്നു. ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്, കരയുകയാണ്. ഖബറിനെ ചിന്തിക്കുമ്പോ പേടി വരുന്നു. അല്ലാഹ് എന്നുള്ള ചിന്തയിൽ കരഞ്ഞുകൊണ്ട് ഒരാളുടെയും ഉപദേശങ്ങൾ നഫീസത്തുൽ മിസ്രിയ ബീവി കൈവിടാതെ എല്ലാ ഉപദേശങ്ങളും നഫീസത്തുൽ മിസ്രിയ ബീവി കേൾക്കുകയാണ്. ആരോടും ദേഷ്യമില്ല, ആരോടും വെറുപ്പില്ലാത്ത ഖൽബ്, എല്ലാവരോടും സ്നേഹമുള്ള ഖൽബ്. ആരെങ്കിലും ഹറാം ചെയ്യുമ്പോ നഫീസ ബീവിയുടെ ഖൽബ് വല്ലാത്ത ടെൻഷനാണ്. ഒരാൾ സുന്നത്ത് ചെയ്യുമ്പോ നഫീസ ബീവി വല്ലാത്ത സന്തോഷമാണ്. ഖുർആൻ ഓതുന്നത് കണ്ടാൽ, ചെറിയ കുട്ടി ഓതുന്നത് കണ്ടാൽ നഫീസ ബീവി ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ഉമ്മ വെക്കുന്നു.
ഖുർആനിനെ വല്ലാതങ്ങ് സ്നേഹിച്ചു പോയ ഉമ്മയാണ്. ആ ഉമ്മാന്റെ കൂടെ സ്വർഗത്തിലേക്കൊന്ന് കടക്കണം നമുക്ക്. അതാ നഫീസത്തുൽ മിസ്രിയ ബീവി ചിമ്മിണി വെളുക്കിന്റെ വെളിച്ചം കൊണ്ട് ഖുർആൻ ഇങ്ങനെ ഖബറിൽ വെച്ച് ഓതുകയാണ്. രണ്ട് ദുആയാണ് മഹദി ദുആ ചെയ്യുന്നത്. ഒന്നാമത്തെ ദുആ എന്താണെന്നറിയുമോ? അല്ലാ, ഞാനിതാ ഖുർആൻ ഓതുന്നു, ഞാനിതാ സ്വതഖ ചെയ്യുന്നു, ഞാനിതാ അല്ലാഹനെ ഓർത്തുകൊണ്ട് കണ്ണുനീര് വാർക്കുന്നു. അല്ലാ, എനിക്കൊരൊറ്റ ആഗ്രഹമാണുള്ളത്. എന്താണ് ആഗ്രഹമെന്നറിയുമോ? ഈമാൻ കിട്ടി മരിച്ചു പോവണം. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കണ്ണടക്കാനാണ്. അല്ലാ, നീ തൗഫീഖ് നൽകണം അല്ലാ. വിശുദ്ധ ഖുർആൻ ഓതി ബീവി ദുആ ചെയ്യുകയാണ്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നോമ്പുകാരിയായി മരിക്കാനാണ്. നോമ്പുകാരിയായി മരിക്കാനാണ് ബീവിയുടെ ആഗ്രഹം. അല്ലാഹു സഫലമാക്കി കൊടുക്കുന്നു. വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ സുബ്ഹാനല്ലാഹ്, മഹദി ലോകത്തോട് വിട പറയുകയാണ്. മഹദിക്ക് നോമ്പ് ഉണ്ടായിരുന്നു. ലോകത്തോട് വിട പറയുന്ന സമയത്ത്, ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മഹദിയോട് സലാം പറയുന്നു. എന്നിട്ടതാ മഹദി ഓതുകയാണ്, ഉറക്ക ഓതുകയാണ്. ചുറ്റുഭാഗത്തും ആളുകൾ ഇങ്ങനെയുണ്ട്. ഒരുപാട് ഉമ്മമാര് ചുറ്റുഭാഗത്തുമുണ്ട്, ഖാദിമീങ്ങളുണ്ട്. എല്ലാവരോടും മഹദി സലാം പറയുകയാണ്. നോമ്പുകാരിയായി നഫീസത്തുൽ മിസ്രിയ ബീവി ലോകത്തോട് കണ്ണടക്കുകയാണ്. ബീവി പറയുകയാണ്, ലഹും ദാറുസ്സലാം ഇന്ദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. ഇത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്കങ്ങ് പറന്നുപോയി ആ റൂഹ്. അതാണ് നഫീസത്തുൽ മിസ്രിയ ബീവിയുടെ പ്രിയപ്പെട്ട ഉമ്മ. ആ നഫീസ മിസ്രിയോടുകൂടെ, ആ ബീവിയോടുകൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് പറന്നു പോവണം. അല്ലാഹ് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഈ പരിശുദ്ധമായ റമളാനിന്റെ പ്രിയപ്പെട്ട ഉമ്മ വിശുദ്ധമായ ഖുർആൻ ഓതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ ദർജയാണ്, വലിയ കൂലിയാണ്. ഖുർആൻ നമ്മുടെ ഖൽബിലേക്ക് അങ്ങ് ചേരണം, നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ചേരണം. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ നമ്മുടെ ഖൽബ് ശുദ്ധമാകുന്നു. ഈ വിശുദ്ധമായ റമളാൻ സലാം പറയുമ്പോൾ, ഈ വിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോ ഖത്മുകൾ നമ്മൾ തീർക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഫീസത്തുൽ മിസ്രിയ ബീബിയോടുകൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ ഈ കഥ ഇവിടെ പറയാനുള്ള കാരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ ഓതി നമ്മുടെ ഖൽബ് നന്നായി അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈലത്തുൽ ഖദ്റിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് മനമൊരുകി ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കാത്ത 4 വിഭാഗക്കാരുണ്ട്. 4 വിഭാഗക്കാരുടെ പ്രാർത്ഥന അല്ലാഹ്ക്ക് വേണ്ട. ഒന്നാമത്തത് ആരാണെന്നറിയുമോ? ആ 4 വിഭാഗക്കാരെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആ 4 വിഭാഗക്കാരാരാണെന്നറിയുമോ? ഒന്നാമത്തെ വിഭാഗമാരാണ്? കള്ളുകുടിയന്മാരാണ്. കള്ളുകുടിയന്മാരുടെ ദുആ അല്ലാഹ്ക്ക് വേണ്ട എന്ന് ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കള്ളുകുടിയന്മാരുടെ ദുആ അല്ലാഹ്ക്ക് വേണ്ട. അപ്പം നല്ല ദിവസം വരുമ്പോൾ, പടച്ച റബ്ബിൻ്റെ ഓഫർ വരുമ്പോൾ 83 കൊല്ലവും 4 മാസവും അമൽ ചെയ്ത പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന സമയത്ത് പടച്ച റബ്ബ് ദുആ സ്വീകരിക്കാത്ത വിഭാഗം 4 ആള്. ഒന്ന് കള്ളുകുടിയന്മാർ. 2 ആരാണ്? 2 കുടുംബബന്ധം മുറിക്കുന്നവരാണ്.
കുടുംബ ബന്ധം മുറിക്കുന്നവരാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. 3 ആരാണ്? ഖൽബിൽ ശത്രുതയുള്ളവരാണ്. ഖൽബിൽ ശത്രുതയുള്ളവരാണ്. 4 ആരാണ്? മാതാപിതാക്കൾ അനുസരിക്കാത്തവരാണ്, അവരുമായി വെറുപ്പുള്ളവരാണ്, അവരെ നോക്കാത്തവരാണ്. ഇത് ആരാ പറഞ്ഞത്? ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവേ, പടച്ച റബ്ബേ, അല്ലാഹുവിനോട് സങ്കടങ്ങൾ പറഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് മനസ്സിരുത്തിയിട്ട് ദുആ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞ് ഒരൽപ്പം ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഒരു 10 സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഉമ്മമാരും രക്ഷിതാക്കളൊക്കെ ആ പച്ച കുബ്ബന്റെ ചാരങ്ങനെ നിൽക്കുന്ന ഒരു കൽബാണ് കൊടുക്കേണ്ടത്. ആ മുത്തു ഹബീബിനോട് വല്ലാത്ത പ്രണയം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا خالق يا الله يا باري يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا رزاق يا الله يا فتاه يا الله يا ودود يا ودود يا ودود يا ودود يا ودود يا الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. يا الله പടച്ചവനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകളും മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. ഈമാനുള്ള ഇഖ്ലാസുള്ള തഖ്വയുള്ള വറഉള്ള ഖൽബാക്കണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് 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 ഞങ്ങളെ പാപം പൊറുക്കുന്ന
10 സലാം പറയുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ, ഞങ്ങളെ ഖൽബ് ശുദ്ധമാക്കണം അല്ലാ, ഞങ്ങളെ സകനാത്ത് ഹറക്കാത്ത് അഫ്ആലുകളിൽ നിന്റെ കാവലേകണം അല്ലാ, മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാ. പടച്ചവനെ അല്ലാ അല്ലാ ഇത് തൗബയുടെ മജ്ലിസാക്കണം അല്ലാ. പടച്ചവനെ അല്ലാ അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി വലിയ തെറ്റുകളും ചെറിയ ദോഷങ്ങളൊക്കെ ചെയ്തു പോയ അടിയാറുകളാകുന്നു അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളെ തമ്പുരാനെ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ, ഞങ്ങളെ നന്നാക്കണം അല്ലാ, ഈമാനുള്ളവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം നിശ്ചലമാകുമ്പോൾ ഉണക്ക കട്ടിലിൽ ഞങ്ങളെ മലർത്തിയങ്ങ് കെടുത്തുമല്ലോ, താടി തലയിലേക്കങ്ങ് വലിച്ചു കെട്ടുമല്ലോ, വയറ് വീർത്ത് പൊട്ടി ഒലിക്കാതിരിക്കാൻ കനമുള്ളത് വയറ്റിൽ വെക്കുമല്ലോ, തണ്ടാവിരൽ കൂട്ടിക്കെട്ടുമല്ലോ, ധരിച്ച വസ്ത്രങ്ങൾ അഴിച്ച് മേലൊരു മുണ്ടിട്ട് ഞങ്ങളെ മൂടുന്ന സമയമുണ്ട് അല്ലോ. മുഖത്തീമാനിന്റെ പ്രകാശം നൽകണം അല്ലോ. പടച്ചവനെ മുറാദ് ഒത്തിരിയുണ്ട് റബ്ബേ, നീ ഹാസിലാക്കണം അല്ലോ. രോഗങ്ങളുണ്ട് റബ്ബേ, നീ ശിഫ നൽകണം അല്ലോ. ഈമാൻ സലാമത്തിലാക്കണം അല്ലോ. പടച്ചവനെ അല്ലോ, ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് ലക്ഷക്കണക്കിന് പണം പിടിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗം ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലോ. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ആത്മാർത്ഥമായി ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട്, രക്ഷിതാക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട് റബ്ബേ, രോഗം ശിവയാക്കണം അല്ലാ. സ്ട്രോക്ക് ബ്ലോക്ക് നൽകല്ലേ അല്ലാ, കുടിക്കുന്ന മരുന്നിന് ശിവ നൽകണം അല്ലാ. പടച്ച റബ്ബേ സ്തനർബുരം നൽകല്ലേ അല്ലാ. പടച്ചവനെ ഒരുപാട് സഹോദരിമാരാമീൻ പറയുന്നു അല്ലാ, സ്തനഭാഗത്ത് ചെറിയ ഒരു മുറിവുണ്ടായി, ചെറിയൊരു മുഴയുണ്ടായി, കുത്തിയെടുത്ത് പരിശോധിച്ച് മുറിച്ച് മാറ്റി കീമ ചെയ്യുന്ന അവസ്ഥ ആർക്കും നൽകല്ലേ അല്ലാ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സഹോദരിയുടെ രോഗം നീ ശിഫാ നൽകണം അല്ലാ. ഉമ്മാ എന്ന് വിളിക്കാൻ ആ കുട്ടിക്ക് തൗഫീഖ് നൽകണം അല്ലാ. ആ മകനെ നെഞ്ചോട് ചേർത്ത് സന്തോഷത്തിൽ ജീവിക്കാൻ ആ ഉമ്മാക്ക് തൗഫീഖ് നൽകണം അല്ലാ. പടച്ചവനെ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണം അല്ലാ. പടച്ചവനെ അല്ലാ, പലയാതി വേദനകളുള്ളവരുണ്ട്, ശിവ നൽകണം അല്ലാ. മനസ്സിന് സമാധാനം നൽകണം അല്ലാ. കടക്കാരാക്കല്ലേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണം അല്ലാ. പടച്ചവനെ കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, ലായിക്കായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണം അല്ലാ. പടച്ചവനെ മക്ക കാണാൻ വിധി കൂട്ടണം അല്ലാ. മദീന കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. പ്രവാസ ലോകത്തുള്ളവരുണ്ട് റബ്ബേ, നീ ബർക്കത്ത് നൽകണം അല്ലാ. തങ്ങളെ ഈ കാമ ശരിയായിട്ടില്ല, തനാസുല് മാറി കിട്ടിയിട്ടില്ല, ദുആ ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാ. നീ ഖൈറും ബർക്കത്തും നൽകണം അല്ലാ. നാട്ടിലുള്ളവരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാ. പടച്ചവനെ ബിസിനസ്സുകാരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാ. അവിടെ പഠിക്കുന്ന മക്കളെ പ്രഗത്ഭരാക്കണം അല്ലാ. പടച്ചവനെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നവരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാ. പടച്ചവനെ അല്ലാ, ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ഉപ്പ ഉമ്മ ബന്ധുക്കൾ കുടുംബക്കാര് നാട്ടുകാര് പലവരും മൗത്തായി പോയി അല്ലാ. ഭർത്താവ് മരണപ്പെട്ട ഭാര്യ ആമീൻ പറയുന്നു, ഭാര്യ മരണപ്പെട്ട ഭർത്താവ് ആമീൻ പറയുന്നു. അല്ലാ, നീ ഖബർ സ്വർഗമാക്കണം അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഖബറിലേക്ക് വെക്കാനുള്ള ശരീരമാണിത് റബ്ബേ. ആ ശരീരം വെക്കുമ്പോ മലക്കുകളുടെ സഹായം നൽകണം അല്ലാ. ആഖിറം സന്തോഷത്തിലാക്കണം അല്ലാ. നരകം ഹറാമാക്കണം അല്ലാ. സ്വർഗം ഞങ്ങൾക്ക് നൽകണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.